ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കൻ്റെ കെണിയും പഠിക്കണം. കൂട്ടുകൂടാൻ നല്ലത് കാക്കയും പൂച്ചയൊക്കെ തന്നെയാടാ. മാണിക്യത്തിൻ്റെ കേളുവിനെ പോലെ നിങ്ങൾക്കും വീരനായിക്കൂടെ? ഇതിങ്ങടെ ചൂട് കെട്ടിയ കരിയും. അപ്പോൾ ഈ മിമിക്രി രംഗത്തേക്കൊക്കെ കടക്കുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആരും പെട്ടെന്ന് ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാത്തൊരിടത്തേക്കാണ് ഇപ്പം പ്രീതിമയാണെങ്കിലും വരുന്നത്. അപ്പം എങ്ങനെയായിരുന്നു പ്രീതിമ ഇത് വീട്ടിൽ പറഞ്ഞ സമയത്താണെങ്കിലും ഇതിന് ഫാമിലിയുടെ ഒരു സപ്പോർട്ട്? അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. അമ്മയാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത്. പിന്നെ അച്ഛന് വലിയ താല്പര്യം ഇല്ലായിരുന്നു. കാര്യം പെൺപിള്ളേരെങ്ങനെ മിമിക്രി കാണിക്കുക എന്നൊക്കെ പറയുന്നതും വേണ്ട എന്നുള്ളൊരു രീതിയിൽ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കലോത്സവത്തെ ടീച്ചേഴ്സൊക്കെ നിർബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്, ആ ഒരു രീതിയിലേ കണ്ടുള്ളൂ. പിന്നെ ഇത് കോമഡി ഉത്സവമൊക്കെ വന്ന സമയത്ത് ഞാൻ പോകാൻ വേണ്ടിയിട്ട് കുറേ കാലമൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പോയ ചാനലിൽ പോയി ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛന് വലിയ അങ്ങോട്ട് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിപ്പിച്ച് പറഞ്ഞ് അങ്ങനെ ഞാൻ ചിലപ്പം ഏറ്റവും ആൾക്കാർക്ക് രജിസ്റ്റർ ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു നോക്കും. പറഞ്ഞു നോക്കുമ്പോൾ ഓക്കെ ആണ്, ഒരു 50-50% 60% ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനതൊന്ന് സെറ്റാക്കി എടുത്ത് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റ് പോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് സിനിമകൾക്കൊക്കെ ഇപ്പം പോകുന്നുണ്ടോ? ഏതൊക്കെ സിനിമ ഡബ് ചെയ്തിട്ട് കുറേ ആയി. നേരത്തെ കുറേ സിനിമയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ വേണ്ടി? ഞാൻ ആദ്യം ഈ ഡബിങ്ങിലോട്ട് വരുന്നത് സ്വാസികയ്ക്ക് വേണ്ടി ഒരു പരസ്യത്തിൽ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ഈ കോമഡി സ്കിറ്റുകൾ, ഫിലിം അവാർഡ്സിൻ്റെയൊക്കെ സ്കിറ്റുകളൊക്കെ ഡബ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ സീരിയൽ ചെയ്തു. സീരിയൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ സിനിമയിലോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്ന് അങ്ങനെ ചെയ്തു. രജിഷ വിജയന് വേണ്ടി ട്രാക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നൈല ഉഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയിൽ ഡബ് ചെയ്തു. അങ്ങനെയൊക്കെ പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് സിനിമകളെല്ലാം മേഘ തോമസ് എന്ന് പറഞ്ഞിട്ടൊരു നായികയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമകൾ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ന്യൂസ് ചാനൽ. അതായത് ഇപ്പം മാതൃഭൂമിയിലെ ഷാനിനെ ആണെങ്കിലും അല്ലെങ്കിൽ റിപ്പോർട്ടറിലെ സുജയ പാർവതീനൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ, അതായത് നമുക്ക് ഒന്ന് മാറി നിന്ന് ചിന്തിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ തന്നെ അല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പ്രീതിമ അതുപോലാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നൊരു ന്യൂസ് റൂമിലേക്ക് പോയാലോ? സുജയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് സാർ എനിക്കൊരു ഗുരുവാണ്. യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിലേക്ക്, അതായത് വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. സാറിനെ മീറ്റേഴ്സിലൊക്കെ എന്നെ ചെയ്തേക്കെ പറയും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്.